വിലക്കപ്പെട്ട പാതിരി കുർബാന കളിച്ചാൽ. വിലക്കപ്പെട്ട പാതിരി കുർബാന കളിച്ചാൽ ദൈവത്തിന് ഇഷ്ടപ്പെടുമോ? ഉത്തരം പറയാമോ? അതല്ലെങ്കിൽ വേറൊരു ചോദ്യം ഞാൻ ചോദിക്കാം. വിലക്കില്ലാത്തവന്മാർ കുർബാന കളിച്ചാൽ അത് ദൈവത്തിന് ഇഷ്ടപ്പെടുമോ? ഇവന്മാരോട് ആരാണ് കുർബാന കളിക്കുവാൻ ആവശ്യപ്പെട്ടത്? ഈ കുർബാന കളിയും വിശുദ്ധ വേദപുസ്തകവുമായി എന്ത് ബന്ധമാണ് ഉള്ളത്? കർത്താവ് എവിടെയാണ് കുർബാന കളിച്ചത്? അതുപോലെ കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ എവിടെയാണ് കുർബാന കളിച്ചത്, കൂദാശകൾ നടത്തിയത്? ഈ ചവകളും കർത്താവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? പൂച്ചാണ്ടി വിഷവും കെട്ടി തട്ടിൽ കയറി നിന്ന് കർത്താവിനെ അപമാനിക്കുന്ന വിവിധ പൈശാചിക കൂട്ടായ്മകളിൽ ആരുടെ കുർബാനകളെയാണ് കർത്താവിന് ഇഷ്ടം? ഇനി വിഷയത്തിലേക്ക് വരാം. വിലക്ക് എന്ന വാക്ക് നാം സാധാരണയായി കേട്ടിരുന്നത് ചില സംഘടനകൾ ഏർപ്പെടുത്തുന്ന വിലക്കുകളെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് അഭിനയ തൊഴിലാളികളുടെ സംഘടനയായ അമ്മ വിലക്കി, സിനിമാ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക വിലക്കി എന്നിങ്ങനെയൊക്കെ. ഇപ്പോൾ ഇതാ കുർബാന തൊഴിലാളികളെയും വിലക്കിയതായി പത്രവാർത്ത വരുന്നു. സാധാരണഗതിയിൽ കുപ്പായ കൂദാശ തൊഴിലാളികൾ ബലാത്സംഗ കേസുകളിലോ പോക്സോ കേസുകളിലോ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലോ പ്രതികളായാൽ അവരെ ഒരിക്കലും അവരുടെ മാതൃ സംഘടനകൾ കുർബാന കളിയിൽ നിന്നും മാറ്റി നിർത്തുകയോ വിലക്കുകയോ ഇല്ലായിരുന്നു. കാരണമായി അവർ പറഞ്ഞിരുന്നത് അവർ ദൈവത്താൽ അഭിഷിക്തരാണ്, അതുകൊണ്ട് തന്നെ കാനൂൺ നിയമപ്രകാരം അവർക്ക് നൽകിയ പൗരോഹിത്യം ഒരിക്കലും തിരിച്ചെടുക്കുവാൻ സാധിക്കില്ല, അതുകൊണ്ട് തന്നെ മരണം വരെയും അവർ പാതിരികളായി തുടരും എന്നാണ്. എന്നാൽ ഇപ്പോൾ ഇതാ എറണാകുളം അങ്കമാലി അടിരൂപതയിലെ 4 പാതിരികൾക്കെതിരെ ഇൻഡാസ് ഇറക്കിയിരിക്കുകയാണ് അപ്പോസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ. പേരൊന്നും കേട്ടാരും ഞെട്ടേണ്ട കേട്ടോ. അടിരൂപതയിൽ കുർബാന കളിക്കുമ്പോൾ എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം എന്ന വിഷയത്തിൽ ഇതുവരെ ഒരു തീരുമാനവുമായിട്ടില്ല എന്ന് മാത്രമല്ല, അടിമൂത്ത് തെരുവിൽ വരെ ഇറങ്ങി ഇവന്മാരെ കൊണ്ട് നാട്ടുകാർ പോലും കിടക്കപ്പുറതി ഇല്ലാതായിരിക്കുകയാണ്. സഹികെട്ടൊടുവിൽ നാട്ടുകാർ വരെ പറഞ്ഞു തുടങ്ങി, ദൈവത്തെ ഓർത്ത് നീയൊക്കെ എങ്ങോട്ടെങ്കിലും തിരിഞ്ഞു നിന്ന് കുർബാന കളിച്ചിട്ട് സമാധാനമായിട്ട് അലമ്പുണ്ടാക്കാതെ വീട്ടിൽ പോയാട്ടെ എന്ന്, ഞങ്ങൾ സമാധാനമായി ഇവിടെ ഒന്ന് ജീവിച്ചോട്ടെ എന്ന്. പരമാവധി 2 തലമുറ മുമ്പ് ഇതിലെ മര്യാദയ്ക്ക് നടന്നിരുന്ന കേശവനും ചിണ്ടനും ചിരുതയും ഒക്കെയാണ് ഇന്ന് ഈ കിടന്ന് വായിൽ കൊള്ളാത്ത പേരുകളും ഇട്ട് കിടന്ന് മിണയ്ക്കുന്നത് എന്നോർക്കുമ്പോൾ മാത്രമാണ് ചിരിച്ച് ഊപ്പാട് വരുന്നത്. അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ, പൊന്തിഫിക്കൽ കൗൺസിൽ, എന്തൊക്കെ പേരുകൾ! ചവയിലെ മൂത്ത കൂദാശ തൊഴിലാളികൾ അംശവടിയുമായി ഇതാ ഒരു സൈഡിൽ നിൽക്കുന്നു, മറുവശത്ത് കുർബാന കളിക്കാരായ നൈറ്റ് തൊഴിലാളികൾ, ഇതിൻ്റെ എല്ലാം മൊത്തം നടുവിൽ ഇതാ വിശ്വാസികൾ. ഒരു വശത്ത് അടിയോട് അടിമൂത്ത് തിരുശരീര രക്തങ്ങൾ വെക്കുന്ന പാത്രം വരെ മുട്ടൻ തെറിയും വിളിച്ചെടുത്ത് നിലത്തടിക്കുന്നു, കണ്ണിൽ കണ്ടവനെയൊക്കെ എടുത്ത് എറിയുന്നു. അടികൊണ്ട് അതിവിശുദ്ധ സ്ഥലമെന്ന് യുവമാർ തന്നെ പറയുന്ന അൾത്താരയിൽ പാതിരികൾ പെടുക്കുന്നു. പോലീസ് ബൂട്ടിട്ട് കയറി നിരങ്ങുന്നു, അടിച്ചോടിക്കുന്നു. മര്യാദയ്ക്ക് നിന്ന് കുർബാന കളിച്ചില്ലെങ്കിൽ എല്ലാവരെയും പിടിച്ച് ഞങ്ങൾ അകത്തിടുമെന്ന്. നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പിൻ. നിങ്ങളിൽ ഒരുവന് സഹോദരനോട് വിദ്വേഷമുണ്ടെങ്കിൽ യാഗം അർപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം അവൻ്റെ കാണപ്പെട്ട സഹോദരനോട് നിരപ്പാകുവിൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആ വിശുദ്ധ വേദപുസ്തകമെടുത്തായിരുന്നു ഏറ്. ഇതെല്ലാം കണ്ട് ക്രൂശിത രൂപം മിണ്ടാതെ കിടക്കുന്നു. എന്നെ പിടിച്ച് ക്രൂശിച്ച യുവന്മാരോട് ഞാനെന്തോ പറയാൻ എന്ന രീതിയിൽ. ഞങ്ങൾക്ക് ദൈവത്തിലും വചനത്തിലും വിശ്വാസമില്ല, രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥകളിലും വിശ്വാസമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാനൂൺ നിയമത്തിൽ മാത്രമേ വിശ്വാസമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നവന്മാരെ കോടതി ചെവിക്ക് പിടിച്ചപ്പോൾ ഇപ്പോൾ ഇതാ രാജ്യത്തെ സകലമാന കോടതികളിലും വ്യവഹാരങ്ങളുമായി ഇവന്മാർ നടക്കുകയാണ്. ആർക്കെതിരായി? സ്വന്തം സഭയിലെ വൈദികർക്കും വിശ്വാസികൾക്കും എതിരായി. സഹികെട്ട വിശ്വാസികൾ മെത്രാന്മാരെ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതുവരെ കാര്യമായി അടിപൊട്ടിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി സഹികെട്ട് അവർ ആ കർമ്മം കൂടി ഏത് നിമിഷവും ചെയ്യാം. എറണാകുളം സെയിൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയുടെ മുൻ അഡ്മിനിസ്ട്രേറ്റർ വർഗീസ് മണവാളൻ, തൃപ്പൂണിത്തുറ സെയിൻറ്റ് തോമസ് ഫൊറോന പള്ളി മുൻ വികാരിയായ ജോഷി വേഴപ്പറമ്പിൽ, സെയിൻറ്റ് മാർട്ടിൻ ഡി പോറസ് ചർച്ച് പാലാരിവട്ടം പാതിരി തോമസ് വാലൂക്കാരൻ, സ്റ്റീഫൻ പാലാട്ടി എന്നിവർക്കെതിരെയാണ് പൗരസ്ത്യ കാനൂൺ നിയമത്തിലെ കാനൂൺ 1473 അനുസരിച്ച് ഡിസംബർ 22 മുതൽ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂർ പൗരോഹിത്യ ചുമതലകളിൽ നിന്നും വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അല്ല, വിലക്കേർപ്പെടുത്തിയ ഈ പാതിരികൾ എത്രയും വേഗം അവർ ഇപ്പോൾ കുർബാന കളിച്ചുകൊണ്ടിരിക്കുന്ന സൈറ്റിൽ നിന്നും കൂടും കുടുക്കയും എടുത്ത് വണ്ടി വിട്ടുകൊള്ളണം എന്നാണ് അന്ത്യശാസനം കൊടുത്തിരിക്കുന്നത്. പാതിരികൾക്ക് അവരെ കുടിയൊഴിപ്പിച്ചു മാറ്റുന്ന സ്ഥലങ്ങളിലെ സ്വകാര്യ ചാപ്പലുകളിൽ നിർബന്ധമെങ്കിൽ ആരും കാണാതെ ഒളിച്ചിരുന്ന് കിഴക്കോട്ട് നോക്കിയിരുന്ന് കുർബാന കളിക്കാം. എന്നാൽ മറ്റേതെങ്കിലും പള്ളിയിൽ
കുർബാന കളിക്കാൻ പോവുകയോ മറ്റെവിടെയെങ്കിലും കുർബാനയിൽ സഹായിയായി പോകുന്നതിനോ കല്യാണം, ശവമടക്ക്, വണ്ടി കൂതാശ, കിണ്ടി കൂതാശ പോലെയുള്ള കാശ് കിട്ടുന്ന കൂതാശകൾ നടത്തുന്നതിൽ നിന്ന് ഇവരെ കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. അതിലെല്ലാം വലിയ ചേത്ത് ചെയ്തത് കുഞ്ഞാടുകളെ കുമ്പസാരിപ്പിക്കുവാൻ പാടില്ല എന്നതാണ്. കുമ്പസാര രഹസ്യങ്ങൾ കേട്ടില്ലെങ്കിൽ പിന്നെ ഈ ചൂടത്ത് ഈ നൈറ്റിയും ഇട്ട് റേഡിയേറ്ററും പഴിപ്പിച്ച് ഞങ്ങൾ നടക്കുന്നത് എന്തിനാണെന്നാണ് ഇവർ ചോദിക്കുന്നത്. കഷ്ണം തിന്നാൻ സമ്മതിച്ചില്ലെങ്കിലും സ്വല്പം ഗ്രേവിയെങ്കിലും കൂട്ടി ശാപ്പിടുവാൻ ഇവന്മാർ ഞങ്ങളെ സമ്മതിക്കത്തില്ലേ എന്നാണ് അവർ വിലപിച്ചുകൊണ്ട് ചോദിക്കുന്നത്. ഡിസംബർ 17 വരെ അവർ കുർബാന കളിച്ച ഇടവക പ്രദേശങ്ങളിൽ പ്രവേശിക്കുന്നതും ആ ഇടവകയിലെ കുഞ്ഞാടുകളുമായി ബന്ധപ്പെടുന്നതും വിലക്കിയിട്ടുണ്ട്. നേരത്തെ നൽകിയ മുന്നറിയിപ്പുകളുടെ ലംഘനം മൂലമാണ് പുത്തൂർ ബിഷപ്പ് ഈ പുതിയ നിയന്ത്രണങ്ങളും നിരോധനങ്ങളും ഏർപ്പെടുത്തിയതെന്ന് പ്രസ്താവനയിൽ പറയുന്നു. ആരൊക്കെ എന്തൊക്കെ നിരോധനങ്ങൾ ഏർപ്പെടുത്തിയാലും അമ്മച്ചിയാണ് ഞങ്ങൾ കുർബാന കളിക്കും എന്നാണ് വിലക്കപ്പെട്ട പാതിരികൾ പറയുന്നത്. കുർബാന കളി ഞങ്ങളുടെ ജന്മാവകാശമാണെന്നും കളി കാണുവാൻ കുഞ്ഞാടുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായും കളിച്ചിരിക്കും എന്ന് അവർ ആണയിട്ട് പറയുന്നു. കുഞ്ഞാടുകൾക്ക് കുപ്പായ തൊഴിലാളികളെ പഴയ പോലെ പേടിയൊന്നുമില്ല. കുർബാന മധ്യേ ഇടവക ജനങ്ങളുടെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ച ഇടവക വികാരി പാതിരിപ്പാമ്പിനെതിരെ ഇടവക ജനങ്ങൾ CMB ഇട്ട് ക്രിമിനൽ കേസ് എടുപ്പിച്ചു. പിന്നല്ല, കത്തോലിക്ക സഭയുടെ കൊല്ലം രൂപതയ്ക്ക് കീഴിലുള്ള ചവറ തലമുകയിൽ സെയിൻറ്റ് അഗസ്റ്റിൻ പള്ളി വികാരി ജോസഫ് കടവിൽ പാതിരിക്കെതിരെയാണ് ഞായറാഴ്ച കുർബാന മധ്യേ നടത്തിയ പ്രസംഗത്തിൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. പാതിരി കുർബാന മധ്യേ നടത്തിയ പ്രസംഗം വിദ്വേഷം ജനിപ്പിക്കുന്നതും മനഹാനി ഉണ്ടാക്കുന്നതുമാണെന്ന് കാട്ടി ഇടവകാംഗമായ ജോസ് വർഗീസ് അഭിഭാഷകനായ ബോറിസ് പോൾ മുഖേന നൽകിയ കേസിൽ CMB ST നമ്പർ 1626/2020 പ്രകാരം ചവറ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ജോസഫ് പാതിരിക്ക് സമൻസ് അയക്കുവാൻ ഉത്തരവിട്ടു. കേസ് പരിഗണിക്കുന്ന ഫെബ്രുവരി 18 പാതിരി കോടതിയിൽ ഹാജരാകേണ്ടി വരും. ഇതുപോലെ അധിക്ഷേപ പ്രസംഗത്തിന് ഓർത്തഡോക്സ് സഭയിലെ കോട്ടയം മെത്രാൻ തമരടി പണിക്കരോടും കോടതിയിൽ ഹാജരാകുവാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ന്യായാധിപന്മാർക്കും പാതിരികളെ പഴയ പോലെ പേടിയൊന്നുമില്ല. പണ്ട് പാതിരി എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാതെ ഒരു ബഹുമാനം വന്നു പോകുമായിരുന്നു. കുർബാന മധ്യേ ഇതുപോലെ ചളുവടിച്ച് പണിമേടിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മാർപ്പാപ്പ കുർബാന മധ്യേയുള്ള പ്രസംഗം വലിച്ചു നീട്ടാതെ പരമാവധി 10 മിനിറ്റിൽ താഴെയാക്കണം എന്ന് ആവശ്യപ്പെട്ടത്. മാർപ്പാപ്പ ഞങ്ങൾക്ക് കോപ്പ എന്നാണ് സഭാധ്യക്ഷന്മാരുടെ നിലപാട്. എന്നാ അനുഭവിച്ചു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.